ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം PSC സ്വാഗതം. ഈ പഠന സമയത്ത് നമുക്ക് എപ്പോഴും ടെൻഷനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഞാൻ പഠിച്ചെടുക്കും, എന്നെ കൊണ്ട് ഇതൊരിക്കലും പറ്റുന്നില്ല, ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കൃത്യമായി എത്തുന്നില്ല. ഇങ്ങനെ 100,000 ആശങ്കകളിലൂടെയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ പഠനത്തെ അഭിമുഖീകരിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ തലച്ചോറിനെ എങ്ങനെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് നമ്മളുടെ പഠനം എങ്ങനെ പൂർത്തീകരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാനായി പോകുന്നത്. അതിനായി ഞാൻ പ്രശസ്ത ഫിലോസഫറായിരുന്ന ജോൺ ലോക്കിന്റെ ഒരു കോൺസെപ്റ്റ് എടുക്കുകയാണ്. അതിനെ അറിയപ്പെടുന്നത് ടാബുല റാസ എന്ന പേരിലാണ്. ടാബുല റാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇത്ര മാത്രമാണ്: ജനിക്കുന്ന ഒരു കുഞ്ഞിന്റെ മനസ്സ് എന്ന് പറയുന്നത് ശൂന്യമായ ഒരു സ്ലേറ്റ് പോലെയാണ്, ഒന്നും ഉണ്ടാകില്ല. ആ സ്ലേറ്റിൽ ഓരോന്ന് എഴുതി ചേർക്കലാണ് പിന്നീട് ജീവിതത്തിന്റെ ഓരോ നാൾ വഴിയിലും ആ ഒരു ജനിക്കുന്ന കുട്ടി ചെയ്യേണ്ട ഉത്തരവാദിത്വം. അതായത് ജനിക്കുന്ന കുട്ടിയുടെ മനസ്സ് എന്ന് പറയുന്നത് ശൂന്യമായൊരു സ്ലേറ്റ് പോലെയായി തുടങ്ങും. എന്നാൽ അവന് ഒരു വയസ്സോ 2 വയസ്സോ ഒക്കെ കഴിയുമ്പോൾ ആ കുഞ്ഞിന്റെ കയ്യിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ആദ്യം ചെയ്യുന്ന കാര്യം അവൻ്റെ വായിലേക്ക് അത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അവൻ്റെ കയ്യിൽ കിട്ടുന്ന എല്ലാത്തിനെയും അവന് പിടിച്ചടക്കണമെന്നും അത് അവൻ്റെ വായിലേക്ക് എത്തിക്കുക എന്നൊരു പ്രോസസ്സിലേക്കായിരിക്കും 1 വയസ്സോ 2 വയസ്സോ ഉള്ളൊരു കുഞ്ഞ് ചെയ്യുക. എന്നാൽ ഗ്രാജുവലി അവൻ വളർന്നു തുടങ്ങുന്നു, അവൻ കൗതുകങ്ങളിലേക്ക് ഇറങ്ങുന്നു. കൗതുകങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ സപ്പോസ് അവനൊരു ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോളൂ. രാത്രിയിൽ അവനിങ്ങനെ വാഹനത്തിലൂടെ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അവനൊരു യാത്രയിൽ മുഴുകിയിരിക്കുമ്പോൾ അവൻ ആകാശത്തേക്ക് നോക്കുമ്പോൾ ചന്ദ്രൻ അവനോടൊപ്പം തന്നെ സഞ്ചരിച്ചു വരുന്നു, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ അവനോടൊപ്പം സഞ്ചരിച്ചു വരുന്നു. അതിലുള്ള അത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള എന്തോ വലിയൊരു കാര്യം അവൻ്റെ ചുറ്റും നടക്കുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് അവൻ പോവുകയാണ്. എന്നാൽ അങ്ങനെയുള്ള കുട്ടി പിന്നെയും കുറെ കൂടി വളർന്ന് ടീനേജിലേക്ക് എത്തുകയാണ്. ടീനേജ് പ്രായം എന്ന് പറഞ്ഞാൽ വളരെ തീജ്വാലയുള്ള ഒരു സമയം തന്നെയാണ് അല്ലേ. എന്ത് ചോദിച്ചാലും എന്തു പറഞ്ഞാലും അതിനെ എങ്ങനെങ്കിലും ഒന്ന് പ്രതികരിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുന്നൊരു സമയം. എന്നാൽ അത് കഴിയുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ട്രാക്കിൽ അവൻ എത്തുന്നത്, ഓടിത്തുടങ്ങേണ്ട കൃത്യമായ സമയം. അതുവരെ കൗതുകങ്ങളിലൂടെയും പിടിവാശികളിലൂടെയും കടന്നു വരുന്ന ഓരോ മനുഷ്യനും പിന്നീട് അവൻ്റെ ജീവിതത്തിന്റെ യഥാർത്ഥ റൂട്ടിലേക്ക് ഇറങ്ങുന്നത് അവിടെ മുതലാണ്. അവൻ്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതോടുകൂടി ജീവിതത്തിന്റെ നിരവധി ഉത്തരവാദിത്തങ്ങളിലേക്ക് ഈ മനുഷ്യൻ ഇറങ്ങുന്നു. ഇവിടെയാണ് നമ്മൾ നമ്മുടെ തലച്ചോറിന്റെ ശരിയായ ഒരു സംവിധാനത്തെ ഉപയോഗിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തലച്ചോറിന് ചില പ്രത്യേകമായ ചില കഴിവുകളുണ്ട്. നമുക്ക് തന്നെ അറിയാം, തലച്ചോറെന്ന് പറയുന്നത് എപ്പോഴും ഈ ലോകം തന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് മനുഷ്യന്റെ തലച്ചോറിൽ ജനിച്ചിട്ടുള്ള നിരവധി ആശയങ്ങൾ കൊണ്ട് തന്നെയാണ്. ആ ആശയങ്ങൾ ജനിക്കുന്നതിൽ അല്ലെങ്കിൽ അതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരിൽ എല്ലാവരിലും നമ്മളെപ്പോഴും ഐൻസ്റ്റീൻ്റെ തലച്ചോറിനെ കുറിച്ചൊക്കെ എപ്പോഴും പറയാറുണ്ട് അല്ലേ. തലച്ചോറുകളുടെ മടക്കുകളുടെ എണ്ണം കൂടുതലാണെന്നൊക്കെയുള്ള കൗതുകകരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കൊച്ചി ക്ലാസ്സുകളിൽ ഡൈജസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവർക്കും അത്യാവശ്യം അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ തലച്ചോറെന്ന് പറയുന്നത് എപ്പോഴും ഒരു അത്ഭുതം നിറയുന്ന ഒന്നാണ്. ഈ തലച്ചോറിൻ്റെ കണക്ടിവിറ്റികളെ എപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും ആര്? നമ്മുടെ തലച്ചോറ്. തലച്ചോറുകൾക്കകത്തുള്ള ഓരോ സംഭവങ്ങളെയും ന്യൂറോ കണക്ടിവിറ്റികൾ അവരെപ്പോഴും എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതായത് ബ്രെയിൻ തൻ്റെ ന്യൂറൽ കണക്ഷൻസിനെ വീണ്ടും വീണ്ടും രൂപീകരിക്കുന്ന രീതിയെയാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് വളരെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പുരയിടം, ഒരു വസ്തു, നല്ല കാടൊക്കെ കയറി നല്ല വലിയ തിക്കായിട്ടിരിക്കുന്ന ഒരു കാട് പോലെയുള്ള ഒരു മേഖല, അത് കാണുമ്പോൾ അതിനിടയിലൂടെ കടന്നു പോകണം എന്നുള്ളൊരു ചിന്ത ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല. ഈ കാട്ടിലൂടെ പോയാൽ വല്ല പാമ്പ് പിടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു പ്രശ്നം നമ്മളിൽ അലട്ടുന്നു. എന്നാൽ നമുക്ക് അത്യന്താപേക്ഷിതമായി ഈ ഒരു കാട് കടന്ന് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ, ഒരു വഴി കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ആ വഴി കണ്ടെത്തേണ്ടതായി വരും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ കാട്ടിലേക്ക് പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ വള്ളിപ്പടപ്പുകളും വലിയ കാടുകളും ഒക്കെ പടർന്നു കിടക്കുന്ന ഈ ഒരു പ്രദേശത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. വഴികളൊന്നുമില്ല. എന്നാൽ അതിലേക്കൂടെ കടന്നു പോകുന്ന നമ്മൾ അവിടെയുള്ള വലിയ വള്ളികളും വലിയ മരങ്ങളുടെ ചില്ലകളും ഒക്കെ മാറ്റി 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 അതിലെ കടന്നു പോകും. വീണ്ടും ഇതേ പ്രോസസ്സ് നമ്മൾ തുടർന്നു വരുന്ന എല്ലാ ദിവസങ്ങളിലും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെ നടക്കുന്നൊരു കാര്യമുണ്ട്. അവിടെ ഒരു വഴി നമ്മൾ പോലും അറിയാതെ തുറന്നു വരും അല്ലേ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെയൊക്കെ ചുറ്റുപാടുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിലിടയിൽ കൂടെ നമ്മൾ സ്ഥിരമായി നടക്കുകയാണെങ്കിൽ അവിടെ എന്ത് വരും? ഒരു വഴി പോലെയുള്ള ഒരു ചെറിയ ചാനൽ ഉണ്ടാവും അല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഒരു വാഹനം ഓടിക്കാൻ പഠിക്കുകയാണ്. വാഹനം ഓടിക്കാൻ പഠിക്കുമ്പോൾ, ഒരു കാർ ഓടിക്കാൻ നമ്മൾ പഠിക്കുമ്പോൾ
നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന പ്രശ്നം, നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ നമുക്ക് ക്ലച്ച് നോക്കണം, ബ്രേക്ക് നോക്കണം, ആക്സിലേറ്ററി നോക്കണം, ഇപ്പുറത്തിരിക്കുന്ന ഗിയർ നോക്കണം, മൊത്തത്തിൽ ആകെപ്പാടെ ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ എല്ലാത്തിലും നോക്കിയേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ആദ്യം സ്റ്റിയറിംഗ് നമ്മളൊന്ന് പിടിച്ചിരിക്കും, പിന്നെ ക്ലച്ച് മാറി ബ്രേക്ക് ഔട്ടെന്ന് പറഞ്ഞാൽ താഴോട്ട് നോക്കും, അല്ലെങ്കിൽ ബ്രേക്കിൽ നിന്ന് ക്ലച്ച് കാലെടുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഗിയറിലേക്ക് നോക്കും. ഗിയർ ഫസ്റ്റ് ഇടണോ, സെക്കൻഡ് ഇടണോ, തേർഡ് ഇടണോ എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ എല്ലാത്തിനും ഓരോ റൗണ്ട് നമുക്ക് നോക്കേണ്ടി വരും. എന്നാൽ നിരന്തരമായി നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന് വെച്ചോ, എല്ലാ ദിവസവും നമ്മൾ ഇത് പഠിച്ചതിന് ശേഷം ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, നമുക്ക് എപ്പോഴും ഇത് ചെയ്യേണ്ടി വരാറുണ്ടോ? നമുക്ക് ഒരിക്കൽ പോലും എന്തില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കത് മാപ്പ് ചെയ്ത് തരുന്നുണ്ട്. അതായത് ഗിയറിൻ്റെ പൊസിഷൻസ് നമുക്ക് അങ്ങോട്ടേക്ക് നോക്കി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, നമ്മൾ തനിയെ അത് ചെയ്തു പോകുന്നു, അല്ലേ? ഇനി വേറൊരു രീതിയിൽ ഞാൻ പറയാം, നമ്മളെപ്പോഴും ഡെയിലി നമ്മുടെ റൂട്ടീൻ്റെ ഭാഗമാണ് നമ്മുടെ മൊബൈൽ ഫോൺസ്, അല്ലേ? നമുക്കെപ്പോഴും മെസ്സേജ് ചെയ്യണം, അല്ലെ, ചാറ്റ് ചെയ്യണം, ഇതിനൊക്കെ വേണ്ടി നമ്മൾ സ്ഥിരമായി മൊബൈൽ ഫോൺസ് ഉപയോഗിക്കുന്നു. എന്നാൽ ഈ മൊബൈൽ ഫോണിൻ്റെ കീബോർഡുകളിൽ പറഞ്ഞിരിക്കുന്ന ലെറ്റേഴ്സ് ഒരിക്കലും ഓർഡറിലല്ല. ABCDEFGHIJKLMNO അങ്ങനെയല്ലല്ലോ കിടക്കുന്നത്. ഓരോ ലെറ്ററും അങ്ങനെ അവിടെ ഇവിടെയുമായിട്ടൊക്കെ കിടക്കുന്നത്. പക്ഷേ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ആ ലെറ്റർ സെർച്ച് ചെയ്ത് പോകേണ്ടി വരാറില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എ എവിടെ, ബി എവിടെ, സി എവിടെ, ഡി എവിടെയാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫിംഗേഴ്സ് എവിടെ എത്താറുണ്ട്, ആ പറയുന്ന കീയിലെത്താറുണ്ട്, ഇല്ലേ? ഇതൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? നിരന്തരമായി നിങ്ങൾ ചെയ്യുമ്പോഴാണ്. നിങ്ങൾ ആദ്യമായി ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കീപാഡ് കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റാറില്ല, അതിൽ നോക്കി തന്നെ ടൈപ്പ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്കിത് നമ്മുടെ വിരൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലെറ്റേഴ്സിലേക്ക് പോകുന്നത്, നിരന്തരമായ പ്രോസസ്സിലൂടെ മാറുന്നത് നിങ്ങൾക്ക് കാണാനായി പറ്റും. ഇനി അതുമല്ലെങ്കിൽ നമ്മളൊരു സൈക്കിൾ ചവിട്ടാൻ തീരുമാനിക്കുന്നു, സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്, സൈക്കിൾ ചവിട്ടാൻ പഠിക്കുകയാണ്. സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ ബാലൻസിങ്, അല്ലെങ്കിൽ ഒരു 2 വീലർ ഓടിക്കാൻ പഠിക്കുമ്പോൾ ബാലൻസിങ് ആണ് നമ്മുടെ പ്രശ്നം. കാര്യം നമ്മുടെ ശരീരമോ അല്ലെങ്കിൽ നമ്മുടെ കാലുകൾ കൊണ്ട് മാത്രമേ ഇത് ബാലൻസ് ചെയ്യാൻ പറ്റൂ എന്ന് നമുക്കറിയാം. എന്നാൽ ഇത് നിരന്തരമായിട്ട് നമ്മൾ സൈക്കിൾ ചവിട്ടുന്നു അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ ഓടിക്കുന്നു, പിന്നെ ഈ ബാലൻസിങ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ഇതൊരു ബാലൻസിങ്ങിൽ ഓടുന്നൊരു വാഹനമാണെന്ന് പോലും നമ്മൾ പലപ്പോഴും മറന്നു പോലും പോകാറുണ്ട്, അല്ലേ? അത് നിരന്തരമായ നമ്മുടെ പ്രോസസ്സിലൂടെ നമ്മുടെ ബ്രെയിൻ സ്വന്തമാക്കുന്ന ഒരു കഴിവാണ്. അപ്പോൾ നിരന്തരമായ, ഞാൻ എപ്പോഴും എടുത്തു പറഞ്ഞൊരു വാക്കതാണ് നിരന്തരമായ പ്രോസസ്സ്. ഇതിനെയാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ, നിരന്തരമായ ശ്രമങ്ങളിലൂടെ ബ്രെയിൻ തന്നെ ഇത്തരത്തിലുള്ള ന്യൂറൽ കണക്ടിവിറ്റീസിനെ സ്വാഭാവികമായും തലച്ചോറിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാ മനുഷ്യർക്കും ഉള്ളത്. അല്ലാതെ നമ്മൾ പറയും പോലെ അവന് കുറച്ച് ബുദ്ധി കൂടുതലുണ്ട്, ഇവന് കുറച്ച് ബുദ്ധി കുറവുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അവന് പഠിച്ചാൽ പെട്ടെന്ന് കിട്ടും, ഒന്നുമില്ല. നമ്മൾ ബ്രെയിനെ കൃത്യമായി എങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടോ ആ യൂസിങ്ങിനനുസരിച്ചായിരിക്കും ബ്രെയിൻ ഈ പറയുന്ന ന്യൂറൽ കണക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നിരന്തരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിരന്തരമായി അതിന് പിന്നിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ബ്രെയിൻ യങ്ങായിരിക്കും, എപ്പോഴും അതൊരു യുവത്വം പാലിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴും ഇങ്ങനെ ഈ പറയുന്ന ന്യൂറൽ കണക്ടിവിറ്റികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പോയാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ വളരെ ചെറുപ്പമായിരിക്കുന്ന ഒരു സമയത്ത് ഉള്ള അവസ്ഥയായിരിക്കില്ല നമ്മളൊരു 70, 75, 80 വയസ്സുള്ളപ്പോൾ ഉള്ള അവസ്ഥ. മറവി വരും, പറയുന്ന കാര്യമൊന്നും ഓർക്കാൻ പറ്റാത്ത വരും, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലെ? ഡിമെൻഷ്യ പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമ്മുടെ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഒക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ബ്രെയിൻ അട്രോഫിയ, അഥവാ തലച്ചോറ് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ. ഉപയോഗമില്ലാതെ വരുമ്പോൾ, ഇത്തരത്തിലുള്ള ന്യൂറൽ കണക്ടിവിറ്റികൾ ഫോം ചെയ്യാതെ നമ്മൾ എപ്പോഴും ഇരിക്കുമ്പോൾ സ്വാഭാവികമായും ബ്രെയിൻ കുറെ കൂടി പ്രായമാകുമ്പോൾ എന്ത് ചെയ്യും, അത് ചുരുങ്ങാൻ തുടങ്ങും. സ്വാഭാവികമായും മനുഷ്യൽ ഉണ്ടാകുന്ന പ്രോസസ്സ് തന്നെയാണത്. പക്ഷേ അതെന്ത് ചെയ്യും, നമ്മളിത് ഇത്തരത്തിലുള്ള ഒരു ന്യൂറൽ കണക്ടിവിറ്റീസ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അതിൻ്റെ വളർച്ചാ നിരക്ക് വളരെ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, മറവിയും നമുക്ക് ഭയങ്കര ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ അത്തരം അവസ്ഥകൾ ഉണ്ടാകാതെ നമ്മുടെ മസ്തിഷ്കത്തെ എപ്പോഴും ഒരു യുവത്വം പാലിക്കുന്ന ഒരു തലച്ചോറാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരന്തരമായ പ്രാക്ടീസുകൾ ചെയ്യുക എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കുക, പുതിയ കാര്യങ്ങളെ അറിയാൻ ശ്രമിക്കുക. അറിയാൻ ശ്രമിക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ല എന്ന് വെച്ചോളൂ, വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഉറപ്പായും നിങ്ങളുടെ മുന്നിലൊരു പാത തെളിയുക തന്നെ ചെയ്യും. ആ പാത തെളിയുന്നതോടുകൂടി നിങ്ങളുടെ മുന്നിലുള്ളൊരു പ്രതിസന്ധി എന്താണോ, നിങ്ങളുടെ മുന്നിലുള്ളൊരു പ്രശ്നം എന്താണോ, നിങ്ങൾക്ക് ആ വിഷയം പഠിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കാര്യം അത് നിങ്ങൾ ശ്രമിച്ചു കഷ്ടപ്പെട്ടു എന്നതിൻ്റെ അല്ല, ഞാനത് ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ന്യൂറോ പ്ലാസ്റ്റിസിറ്റി പോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ തലച്ചോറിൽ നടക്കുക വഴി, കാര്യം ഓരോ മൈന്യൂട്ട് സെക്കൻഡിലും നമ്മുടെ തലച്ചോറിൽ വിവിധങ്ങളായ കാര്യങ്ങളാണ് ഒരേ സമയം നടക്കുന്നത്. ഓർമ്മ നിലനിർത്തൽ ഒരു പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്, അല്ലെ? അപ്പോൾ ഓർമ്മ നിലനിർത്തണം, ഒപ്പം ഇതിനെ കൂടുതൽ ആക്റ്റീവ് ആക്കണം.
അപ്പോൾ എല്ലാവരും പറയുന്നത് എനിക്ക് ഒരു കാര്യം പഠിക്കാൻ ഒരുപാട് ടൈം വേണം, എനിക്ക് ഒരു ചെറിയ സമയം കൊണ്ട് ഇത് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എല്ലാവരെയും പോലും ചെയ്യാൻ പറ്റില്ല, ചില കാര്യങ്ങൾ എനിക്ക് എഴുതി മാത്രമേ പഠിക്കാൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ പറയുന്ന കുറേയധികം വിദ്യാർത്ഥികളെ ഞാനൊക്കെ ഡെയിലി കാണുന്നുണ്ട്. നമുക്കൊക്കെ അധ്യാപകർ എന്ന നിലയിൽ നമ്മൾ ഒരുപാട് പേരെ അങ്ങനെ കാണുകയും നമ്മൾ പ്രശ്നങ്ങൾ പറയുന്നതും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം ഇതാണ്, നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു റൂട്ടീൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ട്രാക്കുകൾ നിശ്ചയിക്കപ്പെടുക. അപ്പം നമ്മുടെ അടുത്ത് പണ്ട് എല്ലാവരും പറയും നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും. നിങ്ങളതൊരു പ്രാക്ടീസ് ആയിട്ടോ നിങ്ങളുടെ ഒരു എന്താണ് ഉത്തരവാദിത്തമായിട്ടോ ഒരു ജോലിയായിട്ടോ ഒന്നും എടുക്കാതെ നിങ്ങളുടെ തലച്ചോറിനെ ഒരു യുവത്വമുള്ളതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ ഈ പ്രാക്ടീസിലേക്ക് കൊണ്ടുപോയി എപ്പോഴും പുതിയ കാര്യങ്ങൾ അറിയണം, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കണം, അതിനെ കൂടുതൽ ട്രാക്കിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ ബ്രെയിനെ പരമാവധി ഞാൻ യൂസ് ചെയ്യും. കാര്യം ഇതെന്ന് പറയുന്നത്, ഈ തലച്ചോറെന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഈ ലോകം തന്നെ തീർത്തെടുത്തിട്ടുള്ളത് ഈ ഒരു ചെറിയ തലയിൽ നിന്നും ഉദിച്ചു വന്നിട്ടുള്ള നിരവധി ആശയങ്ങളായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. നിങ്ങൾ ഉപയോഗിക്കുന്ന പേനയായിക്കോട്ടെ, വസ്ത്രമായിക്കോട്ടെ, ഉപ്പായിക്കോട്ടെ, മുളകായിക്കോട്ടെ, നിങ്ങളുടെ ബാഗ് ആയിക്കോട്ടെ, നിങ്ങളുടെ വാഹനങ്ങളായിക്കോട്ടെ, ചക്രങ്ങളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ മനുഷ്യൻ തന്നെ കണ്ടെത്തിയതാണെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. ആ കണ്ടെത്തലുകളെ വിനിയോഗിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിൽ നിന്നും നിങ്ങൾക്ക് സ്വയം വളരാൻ ഇത്രയും അധികം പ്രയത്നമൊന്നും വേണ്ട, നിങ്ങളെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ബ്രെയിനിനൊരു പ്രാക്ടീസ് കൊടുക്കുക. പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ കൊടുക്കുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പഠിക്കാൻ പറ്റാത്ത കാര്യത്തെ തന്നെ വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കാൻ ശ്രമിച്ചാൽ ഈ ബ്രെയിൻ പിന്നെ അടുത്ത തവണ വരുന്ന ഒരു ഡിഫിക്കൽട്ട് ടോപ്പിക്സിന് നിങ്ങൾക്ക് ആദ്യം കണ്ട ആ ഡിഫിക്കൽട്ട് ടോപ്പിക്സിൻ്റെ അത്രയും പാടുണ്ടാവില്ല രണ്ടാമത് വേറൊരു ഡിഫിക്കൽട്ട്. കാരണം ഒരു ഗെയിമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ റുബിക്സ് ക്യൂബൊക്കെ കളിക്കാറുണ്ട് അല്ലേ? അപ്പോൾ റുബിക്സ് ക്യൂബൊക്കെ കളിക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യത്തില്ല, ഈ ഗെയിം നമ്മുടെ ട്രാക്കിൽ വീഴില്ല. പക്ഷെ നിരന്തരം പ്രാക്ടീസ് ചെയ്താലുണ്ടല്ലോ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് കൊണ്ടുപോകുന്നൊരു രീതി കാണാൻ പറ്റും. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ഡെവലപ്മെൻ്റ് ആണ് ഇതിനകത്ത് ഏറ്റവും വേണ്ടുന്ന കാര്യം. അല്ലാതെ നിങ്ങൾ എഴുതി പഠിച്ചു, നിങ്ങൾ മറ്റൊരു കാര്യം ചെയ്തു, അതൊക്കെ ഓക്കെ, അതൊക്കെ അതിൻ്റെ ഒരു സൈഡ് പ്രോസസ്സാണ്. ബേസിക്കായിട്ട് നിങ്ങളിത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിനാണ്. ഇവനെ എപ്പോഴും എന്ത് ചെയ്യണം, ഫ്രഷ് ആക്കി വെക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഇവനെ ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയും മറികടക്കാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ എത്തേണ്ട ശരിയായ ദൂരത്തിൽ നിങ്ങൾ ഉറപ്പായും എത്തിച്ചേരുക തന്നെ ചെയ്യും. അപ്പോൾ മറക്കണ്ട, ഈ പറയുന്ന സിദ്ധാന്തങ്ങളും ഈ പറയുന്ന ആശയങ്ങളും നാളെ മുതൽ തന്നെ നമ്മുടെ തലച്ചോറിനെ ഒരു യുവാവാക്കാനുള്ള പ്രാക്ടീസ് തുടങ്ങിക്കോളൂ. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു.